അദ്ദേഹം അഭിഭാഷകനായി തുടങ്ങി ഹൈക്കോടതിയിലെത്തി. അതിനുശേഷം ഇന്ത്യയുടെ ഏറ്റവും വലിയ ഉന്നതമായ നീതിന്യായ പീഠത്തിൽ വളരെ പ്രശസ്തമായ രീതി ജഡ്ജായി, സുപ്രീം കോടതി ജഡ്ജിയായി വളരെ പ്രശസ്തമായ രീതിയിൽ പ്രവർത്തിച്ചാണ് അദ്ദേഹം നിർമ്മിച്ചത്. അദ്ദേഹത്തിൻ്റെ വിധിന്യായങ്ങളൊക്കെ നിയമവിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അഭിഭാഷക ലോകത്തിനാകമാണ് തീർച്ചയായിട്ടും വളരെയേറെ പ്രയോജനം ചെയ്യുന്നതാണെന്ന് ഞാൻ എടുത്തു പറയേണ്ടതായിട്ടില്ല. അങ്ങനൊരു നിയമജ്ഞൻ നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കെല്ലാം വലിയ സന്തോഷവും അഭിമാനവുമാണ്. സാറിന് അർഹതപ്പെട്ട അംഗീകാരമാണ് ഗവൺമെൻറ്, ഇന്ത്യ ഗവൺമെൻറ് ഈ 2 ബഹുമതികളിലൂടെ തീർച്ചയായിട്ടും നൽകിയിട്ടുള്ളത്. ഈ വളരെ ചുരുക്കമായി പറയാനുള്ളത്, ഒരുപക്ഷെ നമ്മൾ കോടതി ജഡ്ജിമെൻറ്റുകളെ കുറിച്ച് അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന നിലപാടുകളെ കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞാലും സാറിനോട് വിയോജിപ്പൊക്കെ പറഞ്ഞിട്ടില്ല. പക്ഷെ എങ്കിലും നമുക്ക് വേണ്ടത് എന്ന് പറയുന്നത് ഇതുപോലുള്ള ഈ എൽഡർ സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ നിയമരംഗത്ത് ഇത്രയേറെ പാണ്ഡിത്യമുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മുടെ നാടിന് ഒരു വളരെ മുതൽക്കൂട്ടുമാണ്. നമുക്ക് ഏത് കാലത്തും കൺസൾട്ട് ചെയ്യാനും നമുക്ക് ഉപദേശം തേടാനും അതിലൂടെ നമ്മുടെ നാടിനും ജനങ്ങൾക്കൊക്കെ നന്മ ചെയ്യാനും നമുക്ക് തീർച്ചയായും തോമസ് സാറിനെ പോലുള്ള ഉന്നത തലത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള വ്യക്തിത്വം നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്നതും നമുക്ക് വലിയ അനുഗ്രഹമാണ്. ആയുസ്സും ആരോഗ്യവും എല്ലാം സർവശക്തനായ നമ്മളോടൊപ്പം ദീർഘകാലം ഉണ്ടാകട്ടെ. നമ്മുടെ നാടിനും ജനങ്ങൾക്ക് പ്രത്യേകിച്ച് നിയമരംഗത്ത് ഇനിയും വലിയൊരു പ്രകാശ രൂപമായി തന്നെ പരിലസിക്കാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വേണ്ട അനുഗ്രഹം പ്രാർത്ഥിക്കുന്നു. ഇവിടെ മാണിക്യം പറഞ്ഞതുപോലെ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ നമ്മുടെ നീതിന്യായ കോടതികൾ ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവസാനത്തെ ആശ്രയം എന്നുള്ളത് 100% ശരിയാണ്. ഇന്നത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ പല പല സാഹചര്യങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോഴൊക്കെ നമുക്ക് അവസാനമായി ആശ്രയിക്കാൻ കഴിയുന്നത് നമ്മുടെ നീതിന്യായ കോടതികളെയാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് നീതി ലഭിക്കുന്നത്. അപ്പം അങ്ങനെ നീതി ലഭ്യമാക്കുന്ന കാര്യത്തിൽ മുഖം നോക്കാതെ, ഒരുപക്ഷെ താല്പര്യങ്ങളൊന്നും നോക്കാതെ, വ്യക്തി താല്പര്യങ്ങളൊന്നും നോക്കാതെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന അവസാന പോലെയുള്ള ജഡ്ജസിനെയാണ് നമുക്ക് നാടിക്കുന്ന ആവശ്യമാണ്. അപ്പോൾ അതിനെല്ലാം നല്ല മാതൃക കാണിച്ച് സർവീസിലൂടെ ചികിത്സകളിലൂടെ നൽകുന്ന അവസാറ് അദ്ദേഹത്തിന് ഈ അവസരത്തിൽ ഗവൺമെൻറ് നൽകിയ പത്മഭൂഷൺ എന്ന ബഹുമതി അത് നമ്മുടെ നാടിനും നമ്മുടെ ജനങ്ങൾക്കുമെല്ലാം വലിയ സന്തോഷം അഭിമാനം പകരുന്നു. ഈ അവസരത്തിൽ കോട്ടയത്തിൻ്റെ പാർലമെൻറ്റ് അംഗം ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എല്ലാവരുടെയും സന്തോഷത്തിൽ ഞാൻ പങ്കുചേരുന്നു. സാറിന് എല്ലാ അഭിനന്ദനങ്ങളും നേരുകയും ആയുസ്സും ആരോഗ്യം എല്ലാം തന്നെ സർവശക്തനായ ദൈവം അദ്ദേഹത്തെ കുടുംബാംഗങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഇങ്ങനൊരു അവാർഡ് ദാനങ്ങളുടെ ചടങ്ങ് സംഘടിപ്പിച്ച മദർ തെരേസ ഫൗണ്ടേഷൻ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുന്നു. എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി വളരെ സന്തോഷപൂർവ്വം ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതാണ്. സമൂഹത്തിനും എല്ലാ തലങ്ങളിലും പഠിക്കപ്പെട്ട ധന്യമായിട്ട് ജീവിതത്തിൻ്റെ നന്മകളെ ഓർത്തിയാണ് ഒരുപാട് നീതിന്യായ പ്രവൃത്തികളിലൂടെ നന്മ ചെയ്യാനായി പ്രതിപറ്റിയ എല്ലാ സാഹചര്യങ്ങളെക്കുറിച്ച് അറിയിക്കാമെന്ന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു. ഈ രാജ്യത്തെ നീതിന്യായ വകുപ്പിലൂടെ ഒരുപാട് നന്മ ചെയ്യാനായി കാര്യങ്ങൾ ഞാൻ ഓർക്കുന്നു. നമുക്ക് കോടതിയാണെന്ന കാര്യം ഞാൻ അറിയുന്നു. കോടതിയിലായിപ്പോയി ഞങ്ങളുടെ ജീവിതം തകരാറിലായിപ്പോയി. ആ കോടതികളെ കൊണ്ട് നയിക്കുന്ന നീതിന്യായ ബോധമുള്ള നല്ല വക്കീലന്മാരാണെന്നും നല്ല ജഡ്ജിമാരാണെന്നും ഞങ്ങൾ തിരിച്ചറിയുന്നു. സുപ്രീം കോടതി ജഡ്ജിയായി ഇവരെ വ്യാപരിക്കുകയും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലെത്തി എല്ലാ രാജ്യത്തിൻ്റെ എല്ലാ സർവസ്പർശിയായ രംഗങ്ങളിലൊക്കെ ഇടപെടുകയും ചെയ്ത കാര്യങ്ങളെ ഓർക്കുന്നു. പ്രോഗ്രാമിൻ്റെ ഇതിലേക്കുള്ള എല്ലാവിധ സ്നേഹത്തിൻ്റെ കൂട്ടലുകൾ അർപ്പിച്ചുകൊള്ളുന്നു. കോട്ടയംകാർക്ക് അഭിമാനമുള്ള
ഒരു വലിയ കാര്യമാണ്. നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഈ കഴിഞ്ഞ റിപ്പബ്ലിക് ഡേയിൽ നമുക്കേറെ പ്രിയങ്കനായ ടി തോമസ് സാറിന് പത്മവിഭൂഷൺ നൽകിയപ്പോൾ ഉണ്ടായത്. കാരണം നമുക്കറിയാം, നമ്മള് വർഷങ്ങളായിട്ട് സാറിനെ അറിയാവുന്ന ആളുകളാണ്. നമ്മുടെ കൂടെ സാർ ഇപ്പോഴാണ് നടക്കാൻ ഒക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പ്രോഗ്രാമൊക്കെ വരാത്തത്. അല്ലെങ്കിൽ ഞാനിവിടെ കോട്ടയത്ത് വന്ന സമയം മുതൽ പല പരിപാടികൾക്കും നമ്മൾ സാറിനെ കൊണ്ടുപോകായിരുന്നു. അതുമായിട്ട് പരിപാടി നമുക്ക് നല്ല സന്ദേശങ്ങള്, നല്ല ആശയങ്ങള് സാറിന്റെ അടുത്ത് നിന്ന് ലഭിച്ചു. അപ്പൊ നമുക്ക് ഈ കോട്ടയത്ത് സാറ് താമസിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു പ്രയോജനമായിട്ട് മാറുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനകരമായ കാര്യമാണ്. ന്യായാധിപനാണ്. അപ്പൊ ന്യായാധിപൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം നീതിയുടെ പക്ഷത്താണ്. അഭിപ്രായ വ്യത്യാസങ്ങളെ പറഞ്ഞ പോലെ പലർക്കും പല കാര്യങ്ങളുണ്ടാകും. നമുക്കെല്ലാവർക്കും നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന കാര്യം നടക്കണം നമ്മുടെ ആഗ്രഹം. പക്ഷെ ഒരു ന്യായാധിപനെ സംബന്ധിച്ചിടത്തോളം ഒരു നിയമം എന്താണെന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഒരു കാര്യത്തെ വ്യക്തമായിട്ട് അപഗ്രഥിച്ചുകൊണ്ട് അതിന്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് സാറ് ചെയ്യുന്നത്. അപ്പൊ സാറിന്റെ എല്ലാ നീതി ന്യായ സംഹിതകളിലും സാറ് ചെയ്തിരിക്കുന്നത് മുഖം നോക്കാതെയുള്ള വിധിയാണ്. ആ വിധിയിൽ ഞങ്ങൾക്ക് സാറിനെ പറ്റി അഭിമാനമുണ്ട്. അത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് സാറിനെ മനസ്സിലാക്കി നേരത്തെ തന്നെ പത്മഭൂഷൺ നൽകി. ഇപ്പോൾ പത്മഭൂഷൺ നൽകി. തീർച്ചയായിട്ടും കോട്ടയത്ത് ഏറ്റവും കൂടുതൽ അർഹിക്കുന്ന ആൾ തന്നെയാണ്, നമ്മുടെ രാജ്യത്ത് അർഹിക്കുന്ന ആൾ തന്നെയാണ്. അതിനുള്ള സന്തോഷം ഈ കോട്ടയംകാരൻ നിലയിൽ നമ്മുടെ ഈ അവസരത്തിൽ സാറിനെ അറിയിക്കുകയാണ്. ഞങ്ങള് ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഈ അർഹിക്കുന്ന അംഗീകാരം എന്നുള്ളത് തീർച്ചയായിട്ടും ഇവിടെ തന്നെ തേടിയെത്തിയിട്ടുണ്ട് എന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇവിടുത്തെ ആ സേവനങ്ങളും ആ ഒരു പ്രവർത്തനങ്ങളെല്ലാം കേന്ദ്ര ഗവൺമെന്റ് നേരത്തെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വീണ്ടും ഒരു അംഗീകാരത്തിലേക്ക് എത്തിപ്പെട്ടത്. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. നന്ദി, നമസ്കാരം. സാറിന്റെ ആദ്യമായിട്ട് ഗിരിതോമസ് സാറിന്റെ ഒരു പ്രസംഗം കേൾക്കുന്നത് മാർത്തോമ തിയോളജിക്കൽ സ്കൂളിൽ വെച്ചാണ്, MG സ്കൂളിൽ വെച്ചാണ്. അഭിമന്യ തോമസ് തിരുമേനി കാലം ചെയ്തപ്പോൾ, യുഗപ്രഭാവനായ തോമസ് തിരുമേനി കാലം ചെയ്തപ്പോൾ സാറ് നടത്തിയ ഒരു പ്രഭാഷണമുണ്ട്. അതിനകത്തെ വാക്കുകൾ പോലും കാണാതെ പഠിച്ച് ഞങ്ങൾ പലപ്പോഴും പ്രസംഗത്തിന് പഠിച്ച് പറയുവാനായിട്ട് ശ്രമിക്കുമായിരുന്നു. ഉന്നതമായ മാനദണ്ഡത്തിന്റെ ഉത്തുംഗ ശൃംഗത്തിലാണ് തോമസ് തിരുമേനി നമ്മെ വിട്ട് കടന്നു പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒന്നും അർത്ഥം അറിയത്തില്ലെങ്കിൽ പോലും 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞങ്ങളൊക്കെയും അന്ന് സാറ് പറഞ്ഞത് ആവർത്തിച്ച് പറഞ്ഞ് പഠിക്കുമായിരുന്നു. ഒത്തിരി ഞങ്ങളുടെ ഗുരുസ്ഥാനീയനാണ്, ന്യായാധിപൻ മാത്രമല്ല. അതുകൊണ്ട് എല്ലാവിധ ആദരവോടും ഞങ്ങൾ ഇന്നിങ്ങനെ ഒരുമിച്ച് കൂടുവാൻ ദൈവം ഇടയാക്കിയിരുന്ന ദൈവത്തോടും സാറിനോടും ഈ കുടുംബത്തോടും പ്രത്യേകിച്ച് തന്റെ കൊച്ചിനോടും മക്കളോടും എല്ലാവരോടുമുള്ള നന്ദി പ്രത്യേകം രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് മദർ തെരേസ ഫൗണ്ടേഷൻ 299 കുട്ടികളെയും കടന്ന് 300 പേരെ യഥാസ്ഥാനപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഫലങ്ങൾ അവരിൽ നിന്ന് കൊടുക്കത്തക്ക രീതിയിൽ ആ കുഞ്ഞുങ്ങളെ സജ്ജമാക്കുന്ന ഒരു വലിയ ശുശ്രൂഷ ചെയ്യുന്ന ഒരു പ്രസ്ഥാനം അതിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ ജോജി. അതുകൊണ്ട് ഞങ്ങൾ അഭിമാനത്തോടെ അതിൽ പങ്കെടുക്കുന്നു. ബഹുമാനപ്പെട്ട താഹ മൗലവി, ഡോക്ടർ ബിനു, ഇവിടുത്തെ അഡ്വക്കേറ്റ് ജോർജ് സാറ്, പ്രൊഫസർ ഷാജി ജോസഫ്, നന്ദി അറിഞ്ഞിരിക്കുന്ന എല്ലാവരും, പ്രിയ പ്രസാദ്, മോഹൻദാസ് സാറ്, പത്രപ്രവർത്തകരെ, ജോലി, എല്ലാവരോടുള്ള